നമുക്ക് എല്ലാവർക്കും തന്നെ എരിവ് കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ വെറൈറ്റി ഫുഡുകൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. കാരണം നോൺ വെജ് ആയാലും വെജ് ആയാലും അതിലൊക്കെ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉപ്പ്, മുളക്, പുളി ഇതെല്ലാം പാകത്തിന് വരുമ്പോഴാണ് നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവുന്നത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് വ്യത്യാസം വരുമ്പോൾ അതനുസരിച്ച് ഫുഡിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എരിവെന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി കൂടിയാലും വലിയ പ്രശ്നമില്ലാത്തൊരു സാധനമാണ്. കാരണം നമ്മൾ നല്ല കുടംപുളിയിട്ട മീൻകറി വയ്ക്കുമ്പോഴും നല്ല നാടൻ ചിക്കൻ കറിയും നാടൻ ബീഫ് വരട്ടി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും ആ ഒരു മുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ ഹൈ ആയിട്ട് നിൽക്കുമ്പോഴാണ്, കുറച്ച് കൂടി നിൽക്കുമ്പോഴാണ് ആ ഒരു നമ്മുടെ വായ്ക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് അല്ലേ? നല്ല കപ്പയ്ക്കകത്തേക്ക് നല്ല കുടംപുളിയിട്ട മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ആ ഒരു ചെറിയ എരിവും കൂടെയൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ എരിവെന്ന് പറയുന്നതിൻ്റെ ദോഷവശങ്ങൾ, നമ്മൾ എരിവ് കാരണം കുട്ടികൾക്ക് എരിയും അല്ലെ വയറിന് പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് പോലും അങ്ങനെ എരിവ് കൊടുക്കാറില്ല. പക്ഷേ നമുക്ക് മിതമായ അളവിൽ നമ്മൾ വലിയവരാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എരിവ് കഴിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, കാരണം ദോഷവശങ്ങൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. കാരണം വയറിന് നെഞ്ചരിച്ചിലുണ്ടാവാറുണ്ട്, വയറിനകത്ത് കത്തുന്ന പോലെ അസിഡിറ്റി, അതേപോലെ തന്നെ അൾസർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എരിവ് കൂടുതലായിട്ട് കഴിച്ചാൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ മിതമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എരിവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്താനും മെറ്റാബോളിസം വർദ്ധിക്കാനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ, അതിലുപരി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് എരിവ് കഴിക്കുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ ആ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ മാംഗോമോഡോസിൻ്റെ ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണേണ്ടവർക്ക് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റും.